വിസൃജാതി ഹതസ്മൈ ഗിരിസുത. ഗിരിസുത, ഗിരിസുത എന്ന് പറഞ്ഞാൽ എന്താ? ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം, സുത എന്ന് പറഞ്ഞാലോ പുത്രി, പർവ്വതത്തിന്റെ പുത്രി. അതാരാ പർവ്വതത്തിന്റെ പുത്രി? പാർവതി ദേവി. അപ്പൊ പാർവതി ദേവി എന്താ ചെയ്യണ്ടായത്? പാർവതി ദേവി അർജുനന്റെ അടുത്തെത്തി. അർജുനന്റെ അടുത്തെത്തി കഴിയുമ്പോൾ വളരെയധികം ക്രൂധിയായി. ഹേയ് നിർത്ത, നിന്നോടാ പറഞ്ഞേ നിർത്താൻ. നിർത്തണില്ല. വീണ്ടും അർജുന, ഭഗവാനാ ഭഗവാൻ. ഏയ് ഭഗവാനോ? നീ കാട്ടാളനെ കാണിച്ചെന്നിട്ടാ ഭഗവാനാന്ന് പറയണത്? അർജുന നിർത്തുക, ഉണ്ണി അർജുന നിർത്തുക, ഇത് ഭഗവാനാ. നിർത്തല്ല, വീണ്ടും പ്രയോഗിക്കുക. ഇങ്ങനെ അസ്ത്രം പ്രയോഗിക്കണം കണ്ടപ്പോ തദക്രൂദ്യസ്മിൻ, അനന്തരം വളരെയധികം ക്രൂതിയായിട്ട് ആ പാർവതി ദേവി വിസൃജതി ശാപം, ഒരു ശാപം അങ്ങോട്ട് കൊടുത്തു. എന്താ ശപിച്ചത്? ഹേ അർജുന, നീ വില്ലാളി വീരനാണെന്ന് ധരിച്ച് നീ എൻ്റെ ഭർത്താവിൻ്റെ നേരെ അസ്ത്രം പ്രയോഗിക്കുകയാണ്. നിന്റെ അവനാഴിയിലുള്ള അസ്ത്രങ്ങൾ മുഴുവൻ പുഷ്പങ്ങളായിട്ട് പോകട്ടെ നമ്മൾ ശപിച്ചു. പുഷ്പധ്വംസം എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങളായിട്ട് പോകട്ടെ. അർജുനൻ തൻ്റെ അവനാഴിയിലേക്ക് കൈയിട്ടു അസ്ത്രം എടുക്കാനായിട്ട്. അസ്ത്രം എടുക്കാൻ എന്താ പുഷ്പം? ഒരു കാട്ടാളത്തി വന്ന് ശപിച്ചിട്ടോ അത് ഏക്കേ. ഞാൻ അങ്ങനെ ഇരിക്കണ്ടായില്ല. കാട്ടാളത്തിമാര് ശപിച്ചാൽ ഏക്കുന്ന എനിക്കൊരു വിശ്വാസമില്ല. ആദ്യമായിട്ടാ ഒരു കാട്ടാളത്തി ശപിച്ചതേക്കണത്. ആഹാ, ഈ കാട്ടാളത്തിമാരൊക്കെ ശപിച്ചാൽ അല്ലേ, ഒരു പ്രാവശ്യം ഏത് കാട്ടാളത്തി ശപിച്ചാൽ ഏക്കും അല്ലേ? എന്നാലും കാട്ടാളത്തി നീ ധരിക്കണ്ട, ഞാൻ തോറ്റൂന്നോ. എൻ്റെ കയ്യിലെ പുഷ്പം മതി, പുഷ്പം മതി അർജുനനായുധായിട്ട്, വേറൊന്നും വേണ്ട. ഈ പുഷ്പം കൊണ്ട് നിന്റെ ഭർത്താവിനെ കൊല്ലണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ എന്നിങ്ങനെ പറഞ്ഞാൽ പുഷ്പം എടുത്തു. എന്നിട്ടത് ആ ബാണത്തിൽ ഇങ്ങനെ ബില്ലിൽ ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങോട്ട് വിടുമ്പോൾ എന്താ, എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000. ആയിരക്കണക്കിന് പുഷ്പങ്ങളാണ് ഭഗവാന്റെ നേരെ ഇങ്ങനെ വന്ന് വീഴുന്നത്. പുഷ്പങ്ങള്, ആയിരക്കണക്കിന് പുഷ്പങ്ങള് വെറുതെ ശരീരത്തിൽ ഇങ്ങനെ വന്ന് വീഴല്ല. പിന്നെയോ അർജുനൻ നല്ല ഉന്നുള്ള ആളാണ്. ആ മൂക്കിലേക്ക് നോക്കിയിട്ടാണ് പ്രയോഗിച്ചത്. മൂക്കിലേക്ക് നോക്കി പ്രയോഗിക്കുമ്പോൾ ഓരോ പുഷ്പങ്ങളും വന്ന് മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറുക, ഇങ്ങനെ കയറുക, ഇങ്ങനെ ഇപ്പോൾ അർജുനൻ്റെ പ്രയോഗം കൊള്ളുമ്പോൾ മൂക്കിൻ്റെ അകത്തേക്ക് ഓരോ പുഷ്പങ്ങൾ ഇങ്ങനെ കയറുമ്പോൾ തുമ്പി കൊടുത്തിട്ട് വീണ്ടും പുഷ്പങ്ങൾ വരും, ഒരു വലിയ പുഷ്പമല പോലെ. ഇത് പാർവതി ദേവി കണ്ടു. ആഹാ, ഇവനെ അസ്ത്രങ്ങൾ ഇല്ലാണ്ടാവട്ടെ എന്ന് വിചാരിച്ചപ്പോ പുഷ്പങ്ങൾ വെച്ചവൻ എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ നോക്കുക. സാഹസം ചെയ്തവനായിട്ടുള്ള അർജുന, നിന്റെ അവനാഴിയുള്ള പുഷ്പങ്ങളും ഇല്ലാണ്ടാവട്ടെ. വിസൃജതി ശാപം, വീണ്ടും ശപിച്ചു. നിന്റെ അവനാഴിയുള്ള പുഷ്പങ്ങളും ഇല്ലാണ്ടാവട്ടെ എന്ന്. പുഷ്പം ഇല്ലാണ്ടായി. പുഷ്പം ഇല്ലാണ്ടായപ്പോ അവനാഴിയിൽ കൈയിട്ട് നോക്കിയപ്പോൾ പുഷ്പം കിട്ടില്ല. ഇപ്പൊ എന്താ അർജുനൻ ചെയ്തത്? തൻ്റെ ആ ഗാന്ധീവത്തിന്റെ ഞാണങ്ങട് അഴിച്ചു വിട്ടു. ആ ഞാണഴിച്ചു വിട്ടിട്ട് ശിരസിടനുരടന്യ തദ്യമാനസ്യ ശംഭോ ലളിഗുണയന ഗുണേ കിഞ്ചിതരജ്യമാനേ ഉപനിഷദുപഗുണം സംരുദ്രമുദ്ഘോഷയന്തിം പരിഹരതി വിരാതി മധ്യമം പണ്ഡകാനാം. ശിരസിതനുരടന്യാദ്യമാനസ്യ ശംഭോ, ആ വില്ലിന്റെ ഞാൻ അഴിച്ചു വിട്ടപ്പോ അതൊരു ദണ്ഡായി മാറി. കയ്യിലൊരു ദണ്ഡായി. അർജുനൻ തോറ്റോടിയില്ല. തോറ്റോടാണ്ട് ആ ദണ്ട് കൊണ്ട് ഭഗവാന്റെ ശിരസിൽ അടിക്കാനായിട്ട് തുടങ്ങി. ഓരോ അടി ഒരടി അങ്ങോട്ട് കൊടുത്തപ്പോ എന്താ ചിരിക്കണത്? തലക്കെട്ടടിക്കുമ്പോ ചിരിക്കുക. ആരാ ചിരിക്കണത്? പാർവതി ദേവി. ആഹാ, ഭർത്താവിൻ്റെ തലക്കെട്ടടിക്കുമ്പോൾ ഇത്ര സന്തോഷ. എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒരെണ്ണം കൊടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഉണ്ടി, നീയെങ്കിലും ഒരെണ്ണം കൊടുത്തല്ലോ, സമാധാനായി. എന്താ അങ്ങനെ വിചാരിക്കാൻ? അല്ലേ, ആ തലക്കെട്ട് നോക്കി അടിക്കുക, നന്നായിട്ട് കൊടുക്കുക. തലക്കെട്ട് നിറക്കൊക്കെ തന്നെ കൊടുക്കുക. അല്ലേ, അങ്ങനെ അടിക്കുക. അങ്ങനെ അടിക്കണ സമയത്ത് പാർവതി ദേവിക്കും മനസ്സിൽ വലിയ സന്തോഷമായി, ചിരി വന്നല്ലേ. എന്തിനെങ്ങനെ ചിരിക്കണത്? കൊടുക്ക. അർജുനന് അടിക്കുമ്പോൾ ശക്തി കൂടണ പോലെ തോന്നുക. എന്താ? പാർവതി ദേവിയുടെ അനുഗ്രഹ.
പാർവതിയുടെ അനുഗ്രഹം കൂടി ആയി കഴിഞ്ഞപ്പോ ഓരോ അടിക്കും ശക്തി അങ്ങോട്ട് കൂടി. അടി കിട്ടുമ്പോ ഭഗവാന്റെ തലക്കെട്ട് കൊള്ളുമ്പോ പാർവതി ദേവി കൊടുത്താ കൊടുത്താ കൊടുത്താ. എന്താ ഇങ്ങനെ ഭർത്താവിന്റെ തലക്കെട്ടടിച്ച് ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാവുമോ? ഇതെന്താ അങ്ങനെ സന്തോഷം ഉണ്ടാവാനായിട്ട്? അതോ എന്താ അടി കൊള്ളണത് ആർക്കാ? തലയിലെ ഒരുത്തി അവിടെ കെട്ടിയിരുത്തിണ്ട്. അല്ലേ ഗംഗ ഗംഗ. ഓരോ അടി കൊള്ളുമ്പോഴും ഗംഗക്കെട്ടാ കൊള്ളണത്. കൊള്ളണ കാണുമ്പോ ഭയങ്കര സന്തോഷം. നന്നായി നന്നായി കൊടുക്ക കൊടുക്ക അല്ലേ? വേറൊരു ഭർത്താവിന് വേറൊരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരുടെ അവസ്ഥ എങ്ങനെയാ? എങ്ങനെയെങ്കിലും മറ്റവളെ തല്ലി കൊല്ലണം. തന്നെത്താൻ കൊല്ലാൻ പറ്റിയില്ല, ആരെങ്കിലും തല്ലി കൊന്നാലും വലിയ സന്തോഷാ. അപ്പൊ അർജുനൻ കൊടുക്കണ കൊടുത്താ കൊടുത്താ കൊടുത്താ. അപ്പൊ അർജുനൻ